നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ആത്മഹത്യാ കൊലപാതകം ഏതു മരണവും നമ്മൾ പെട്ടെന്ന് മറക്കും. അതിനൊക്കെ വലിയ വാർത്താ പ്രാധാന്യം ദിവസങ്ങളോളം നീണ്ടു നിൽക്കുകയുമില്ല. എങ്കിലും ഏറ്റുമാനൂരിലെ ഷൈനിയുടെയും 2 പെൺകുട്ടികളുടെയും ആ ആത്മഹത്യ, ട്രെയിനിന് മുന്നിലേക്ക് അവർ നടന്നു പോകുന്ന കാഴ്ച മലയാളിയുടെ മനസ്സിൽ ഇപ്പോഴും നൊമ്പരമായി നിൽക്കുന്നു. ഈ സംഭവത്തിൽ ഒട്ടനവധി വെള്ളയടിച്ച കുഴിമാടങ്ങൾ ഈ സമൂഹത്തിൽ കാണാൻ നമുക്ക് കഴിഞ്ഞു. ക്രൂരതയുടെ ഭർതൃവീട്, ഒരിക്കലും അവൾക്ക് വേണ്ട സുരക്ഷിതത്വം നൽകാതിരുന്ന അവളുടെ സ്വന്തം വീട്, ഏറെ സംശയങ്ങൾ ഉയർത്തുന്ന അവളുടെ മാതാപിതാക്കൾ. കരുതൽ എത്രമാത്രമുണ്ടായിരുന്നു ആ സഹോദരങ്ങൾക്കെന്ന് സമൂഹം ചോദിക്കുന്ന അവസ്ഥ. സഭ എന്ന വലിയ സംവിധാനം ഷൈനിയുടെ നേർക്ക് മുഖം തിരിച്ചതിനെതിരെ ഇക്കഴിഞ്ഞ ദിവസം വിശ്വാസികൾ പരസ്യമായി പ്രതിഷേധിച്ചു. സഭയ്ക്ക് നേരെ കൈചൂണ്ടി ഷൈനിയുടെ മരണത്തിന് നിങ്ങൾ ഉത്തരവാദികളാണ് എന്നവർ വിളിച്ചു പറഞ്ഞു. ഇതിനിടയിൽ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായ ജോർജ് പുല്ലാട്ടിൻ്റെ ഒരു ഫേസ്ബുക്ക് കുറിപ്പ്. സാധാരണ ഒരുപാട് ഫേസ്ബുക്ക് കുറിപ്പുകൾ ഈ വിഷയത്തിൽ നമ്മൾ കാണാറുണ്ട്. എന്നാൽ ജോർജ് പുല്ലാട്ടിൻ്റെ ഈ കുറിപ്പ് അത് നമ്മുടെ ഹൃദയം കീറി മുറിക്കും. ഒരുപാട് സത്യങ്ങൾ വിളിച്ചു പറയുന്ന മറ്റൊരു കഥ. ഷൈനിയും മക്കളും കഥ മറ്റൊരു വഴിയെ. ജോർജ് പുല്ലാട്ട്. പ്രാഞ്ചോ എന്ന് വീട്ടുകാർ വിളിക്കുന്ന ഏറ്റുമാനൂർക്കാരൻ ഫ്രാൻസിസ് സ്വിറ്റ്സർലൻഡിലും ഓസ്ട്രിയയിലുമായി 16 വർഷം നേഴ്സിംഗ് സേവനം ചെയ്ത ശേഷം യൂറോപ്പിലെ തണുത്ത കാലാവസ്ഥ മകന് അലർജി ഉണ്ടാകുന്നത് മൂലം 6 വർഷം മുൻപ് നാട്ടിലേക്ക് മടങ്ങി. എന്നാൽ ആതുര സേവനം തുടരാനും ഉപജീവനത്തിനുമായി പാഞ്ചോ വീടിന് സമീപം ഏറ്റുമാനൂർ 101 കവലയിൽ റോസാ മിസ്റ്റിക്ക എന്നൊരു പാലിയേറ്റീവ് കെയർ ഹോം ആരംഭിച്ചു. ഏറ്റവും ആധുനിക സൗകര്യങ്ങളും രാജ്യാന്തര നിലവാരവുമുള്ള രോഗീ പരിചരണ കേന്ദ്രമായ റോസാ മിസ്റ്റിക്കയിൽ ഇപ്പോൾ 40 അന്തേവാസികളുണ്ട്. സ്വദേശത്തും വിദേശത്തുമായി ഇതേ മേഖലയിൽ ദീർഘകാല സേവന പരിചയമുള്ള 18 നേഴ്സുമാർ ഉൾപ്പെടെ 43 ജോലിക്കാരുള്ള സ്ഥാപനം. 40 അന്തേവാസികളെ ശുശ്രൂഷിക്കാൻ 43 പേരുണ്ട് എന്നെടുത്തു പറയുന്നത് അത് സ്ഥാപനത്തിൻ്റെ നിലവാരത്തിൻ്റെ സൂചകമായതുകൊണ്ട്. രോഗികൾക്കായി പാഞ്ചോ ഹൈഡ്രോളിക് ചക്രങ്ങളുള്ള കട്ടിലുകളും ചക്രക്കസേരകളും ആധുനിക ക്ലോസറ്റുകളും ഇറക്കുമതി ചെയ്തു. യൂറോപ്പിലേതുപോലെ എല്ലാ അത്യാധുനിക സൗകര്യങ്ങളും ഒരുക്കി. എങ്കിലും ശുചീകരണ വിഭാഗത്തിലെ ചില ജോലിക്കാർക്ക് ഇതെല്ലാം ഒന്ന് പഠിച്ച് പ്രാവർത്തികമാക്കാൻ തുടക്കത്തിൽ കഴിഞ്ഞില്ല. വലിയ വിദ്യാഭ്യാസമോ ഇത്തരം തൊഴിൽ പരിചയമോ ഇല്ലാത്ത സാധാരണ ഗ്രാമീണരാണ് പലരും. ബയോ വേസ്റ്റ് മാത്രമേ ബയോഗ്യാസ് പ്ലാന്റിൽ നിക്ഷേപിക്കാവൂ എന്ന് ആവർത്തിച്ച് നിഷ്കർഷിച്ചിട്ടും അത് ശ്രദ്ധിക്കാതെയും കുഴപ്പങ്ങൾ അറിയാതെയും ജോലിക്കാർ പ്ലാസ്റ്റിക്കും ഇലകളും ഉൾപ്പെടെ പലതും അതിൽ നിക്ഷേപിച്ചതുകൊണ്ട് പ്ലാന്റിൻ്റെ പ്രവർത്തനം തകരാറിലായി. ഡ്രെയിനേജ് ബ്ലോക്കായി ഗ്യാസിന് പകരം ടാങ്കിൽ നിന്ന് മാലിന്യം തന്നെ പുറത്തേക്കൊഴുകി ദുർഗന്ധം പരന്നു. പ്ലാന്റ് ഉണ്ടാക്കിയവരെ പാഞ്ചോ കാര്യമറിയിച്ചു. അവർ വന്നു പറഞ്ഞു, അതേ, എല്ലാം കൂടി അകത്ത് വീണ് കട്ട പിടിച്ചു. അതെല്ലാം വാരിക്കളഞ്ഞിട്ട് പുതിയതുണ്ടാക്കണം. 2-3 ദിവസം പിടിക്കും. ഒരു മതിൽ പങ്കിടുന്ന അയൽക്കാരൻ കുര്യാക്കോസ് എന്ന മധ്യവയസ്കൻ അന്ന് പാഞ്ചോയോട് പറഞ്ഞു, നിൻ്റെ ഈ പ്രസ്ഥാനം ഞാൻ പൂട്ടിച്ചിരിക്കും. ഡൽഹിയിൽ പോയിട്ടായാലും ഞാൻ പൂട്ടിക്കും, നോക്കിക്കോ. പാഞ്ചോ പറഞ്ഞു, ചേട്ടാ, ജോലിക്കാർക്ക് അബദ്ധം പറ്റിയതാ, ഉടനെ നന്നാക്കും. എത്രയും വേഗം അത് ശരിയാക്കാനുള്ള പണികൾ തുടങ്ങിയപ്പോഴേക്കും അതിരമ്പുഴ ഹെൽത്ത് വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥരെത്തി. വനിതാ ഹെൽത്ത് ഇൻസ്പെക്ടർ പാഞ്ചോയോട് പറഞ്ഞു, നിങ്ങളുടെ സ്ഥാപനത്തിലെ ടാങ്ക് പൊട്ടിയൊഴുകിയിട്ട് ദുർഗന്ധം പരക്കുന്നതായി പരാതി വന്നിട്ടുണ്ട്, അന്വേഷിക്കാൻ വന്നതാ. ആരാ പരാതിക്കാരൻ? അടുത്തുള്ളവരല്ലാതെ ആരാ എന്ന് പറഞ്ഞ് അവർ തൊട്ടടുത്ത വീട്ടിലേക്ക് കണ്ണു നീട്ടി. പാഞ്ചോ ഞെട്ടിപ്പോയി. തൊട്ടടുത്ത വടകരയിൽ വീട്ടിലെ കുര്യാക്കോസ് തന്നെ. റോസാ മിസ്റ്റിക്കയുടെ ആരംഭകാലം മുതൽ അയാൾ ശത്രുത പുലർത്തിയിരുന്നുവെങ്കിലും ഇങ്ങനെയൊരു പരാതി ഉണ്ടാകുമെന്ന് പാഞ്ചോ പ്രതീക്ഷിച്ചിരുന്നില്ല. അവിടെ കാര്യമായ കുഴപ്പമൊന്നുമില്ല എന്ന് ബോധ്യമായ ഹെൽത്തുകാർ മടങ്ങിപ്പോയി. ദുർഗന്ധം പരത്തുന്നു എന്ന് മാത്രമല്ല, അന്തേവാസികൾക്ക് തീരെ നിലവാരം കുറഞ്ഞ ഭക്ഷണമാണ് കൊടുക്കുന്നത് എന്നുകൂടി കുറേ ആൾക്കാരെ കൂട്ടി അയാൾ പരാതി കൊടുത്തു. അങ്ങനെ ഹെൽത്തുകാർ വീണ്ടും വന്നു. ഹെൽത്ത് ഇൻസ്പെക്ടറും സംഘവും എല്ലായിടവും കർശനമായി പരിശോധിച്ചു. ഫ്രിഡ്ജും ഫ്രീസറും അടുക്കളയും പരിശോധിച്ച് അവർക്കൊപ്പം നിന്ന് പാഞ്ചോ കാര്യങ്ങൾ വിശദീകരിച്ചു. പരാതിയിൽ കഴമ്പില്ല എന്ന് ബോധ്യമായ അവർ നടപടികളെടുക്കാതെ പുഞ്ചിരിയോടെ മടങ്ങിപ്പോയി. എങ്കിലും നിന്റെ പ്രസ്ഥാനം ഞാൻ പൂട്ടിക്കുമെന്ന് കുര്യാക്കോസ് ഇടയ്ക്കിടെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരുന്നത് പാഞ്ചോയെ അസ്വസ്ഥനാക്കി. കാരണം വല്ലപ്പോഴുമൊക്കെ അവിടെ എത്തുന്ന 2 പെൺകുട്ടികൾ തൻ്റെ മക്കളുടെ കൂട്ടുകാരാണ്. തൊടുപുഴയിൽ ചുങ്കത്തുചേരിയിൽ നോബിക്ക് കെട്ടിച്ചു കൊടുത്ത മകൾ ഷൈനി വല്ലപ്പോഴുമൊക്കെ സ്വന്തം വീട്ടിലെത്തുമ്പോൾ മക്കളെയും കൂട്ടി തൻ്റെ വീട്ടിൽ വരും. അവർ മക്കളോടൊപ്പം കളിക്കും, സൈക്കിൾ ചവിട്ടും. തങ്കം പോലുള്ള പെൺകുട്ടികൾ അലീനയും ഇവാനയും പാഞ്ചോയുടെ കുട്ടികളുടെ കൂട്ടുകാരായ ഓമനക്കുട്ടികളായിരുന്നു. പാഞ്ചോയുമായി ഫോണിൽ സംസാരിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞ ചില കാര്യങ്ങളാണ് ഞാൻ കുറിക്കുന്നത്. ഈ കുര്യാക്കോസ് ചേട്ടൻ കുറേ വർഷങ്ങൾക്ക് മുൻപ് അതിരമ്പുഴയിൽ ഇവിടെ വന്ന് താമസമാക്കിയതാ.
വടകരയിൽ നിന്ന വീട്ടുപേര്. പണ്ട് ടൈലിൻ്റെ പണിയൊക്കെ ചെയ്തിരുന്നതാ. പിന്നെ ബസ് മേടിച്ചു, അതെല്ലാം പൊട്ടി. പുള്ളിയുടെ 5 പിള്ളേരിൽ മൂത്തതാ ഷൈനി. അവർ വല്ലപ്പോഴുമൊക്കെ തൊടുപുഴയിൽ നിന്ന് ഇവിടെ വരുമ്പം ഞങ്ങൾ കാണും. എന്തെങ്കിലും പ്രശ്നമുള്ളതായി തോന്നിയിട്ടില്ല. എന്നാൽ കുറച്ച് മാസങ്ങൾക്ക് മുൻപ് അവർ ഇവിടെ വന്നു. റോസാ മിസ്റ്റേക്കിൽ ഒരു ജോലി തരാമോ എന്ന് ചോദിച്ചാണ് വന്നത്. അന്നേരം കുറേ സങ്കടങ്ങളൊക്കെ പറഞ്ഞു. പൊതുവെ ഒത്തിരി വർത്തമാനം പറയാത്ത ഷൈനി അന്ന് ഒത്തിരി സങ്കടത്തിലായിരുന്നു. പുള്ളിക്കാരുടെ കഴുത്തിൽ കരിനീല പാടുകൾ. അച്ചാച്ചൻ അമ്മയെ നിലത്തൂടെ വലിച്ചിഴച്ച് അടിച്ചു എന്നൊക്കെ പിള്ളേർ പറഞ്ഞു. ഇവിടെ വേക്കൻസി ഇല്ലാഞ്ഞിട്ടും അവരുടെ അവസ്ഥ കണ്ടിട്ട് ഞാൻ ജോലി കൊടുത്തു. ആദ്യമൊക്കെ ഷൈനി അച്ഛനമ്മമാരെയും അമ്മച്ചിമാരെയും നല്ലതുപോലെ നോക്കുമെങ്കിലും എപ്പോഴും ഒരു മൗനമാണ്. 1 മാസം കഴിഞ്ഞപ്പോഴേക്കും എല്ലാവർക്കും ഷൈനിയെ വലിയ കാര്യമായി. ഷൈനിയും എല്ലാവരുമായി കൂട്ടായി. ഇടയ്ക്ക് കയറി ഞാൻ ചോദിച്ചു, പാഞ്ചോ ഒന്ന് ചോദിച്ചോട്ടെ, ഷൈനിക്ക് എത്ര ശമ്പളമുണ്ടായിരുന്നു? 16,000 രൂപ അന്ന് ശമ്പളം കൊടുക്കുമായിരുന്നു. ആ ജോലിക്ക് സാധാരണ തുടക്കക്കാർക്ക് കൊടുക്കുന്നതിലും 1000 കൂടുതൽ. സ്വന്തം വീട്ടിലായതുകൊണ്ട് വേറെ ചിലവില്ലല്ലോ. കുറച്ച് പരിചയമായി കഴിഞ്ഞ് പ്രമോഷൻ കൊടുക്കാമെന്നും ശമ്പളം കൂട്ടിക്കൊടുക്കാമെന്നും ഒക്കെ വിചാരിച്ചതാ. റോസാ മിസ്റ്റേക്കിയുടെ കുറച്ചുകൂടെ വലിയ ഒരു യൂണിറ്റ് കോട്ടയത്ത് തുടങ്ങാൻ പണി നടക്കുന്നുണ്ട്. 3-4 മാസം കഴിഞ്ഞ് അത് സ്റ്റാർട്ട് ചെയ്യണം. അന്നേരം ഷൈനി അവിടെ നേഴ്സായി വെക്കാൻ ഉദ്ദേശിച്ചതാ. അപ്പോൾ പിന്നെ ഈ കുര്യാക്കോസിനെ കൊണ്ട് സമയമില്ലല്ലോ, എന്ത് ചെയ്യാനാ? അങ്ങനെ 4 മാസം കഴിഞ്ഞ് ഒരു ദിവസം ഷൈനി പറഞ്ഞു, അവനെതിരെ ഞാൻ കേസ് കൊടുത്തിരിക്കും, അതുകൊണ്ട് നീ അവിടെ ജോലിക്ക് പോകണ്ടെന്ന് അപ്പച്ചൻ പറഞ്ഞു. അതുകൊണ്ട് സാറേ എനിക്കിനി ജോലിക്ക് വരാൻ പറ്റില്ല. ഞങ്ങൾ ഞായറാഴ്ചകളിൽ പള്ളിയിൽ പോയിട്ട് വേദപാഠം കഴിഞ്ഞ് വരുമ്പോൾ ഷൈനിയുടെ പിള്ളേരെ ഞങ്ങളുടെ കൂടെ കാറിൽ പോരും. കുറേ നാൾ അങ്ങനെയായിരുന്നു. പക്ഷേ ഒരു ദിവസം ആ പിള്ളേർ വണ്ടിയിൽ കയറാൻ മടിച്ചു നിന്നു. ചോദിച്ചപ്പം അവർ പറഞ്ഞു, ഇനി മേലാൽ നിങ്ങൾ അങ്കിളിൻ്റെ വണ്ടിയിൽ കയറരുത് എന്ന് വല്യപ്പ പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞേച്ച് അവർ ഊടുവഴികളിലൂടെ ഓടിപ്പോയി. അങ്ങനെ കുര്യാക്കോസ് ആ പിള്ളേരെ ഒറ്റപ്പെടുത്തി. അവരോട് മിണ്ടാൻ പോലും പിള്ളേർ നിൽക്കൂല. കാരണം വല്യപ്പയെ പേടിയാ. അത്രയ്ക്ക് ദുഷ്ടനായാൽ. സത്യത്തിൽ 9 മാസമായിട്ട് സ്വന്തം വീട്ടിൽ നിന്നിട്ട് പോലും അവർക്കൊരു സമാധാനവുമില്ലായിരുന്നു. ഇതൊക്കെ കേട്ടപ്പോൾ ഞാനാകെ അസ്വസ്ഥനായി. കൊച്ചുമക്കൾ കൂടെയുള്ളപ്പോഴാണല്ലോ അപ്പൂപ്പനും അമ്മൂമ്മയ്ക്കുമൊക്കെ ഏറ്റവും സന്തോഷം. എന്നിട്ടും ആ മാലാഖ കുഞ്ഞുങ്ങളെ ഒരു ഭാരമായി കണ്ട ആ ദുഷ്ടൻ മകളോട് പറഞ്ഞു, നീ എവിടെയെങ്കിലും ജോലിക്ക് പോവുകയാണെങ്കിൽ പിള്ളേരെ വല്ല ഹോസ്റ്റലിലും ആക്കിക്കോണം. വല്യപ്പനെന്ന നിലയിൽ അയാൾ എന്തായിരുന്നു പറയേണ്ടത്? ഷൈനി, നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട. നിനക്ക് പഠിക്കാനോ ജോലിക്കോ എവിടെ വേണമെങ്കിലും പൊക്കോ മോളെ. ഈ കുഞ്ഞുങ്ങളെ ഞങ്ങൾ നോക്കിക്കോളാം. അങ്ങനെയൊരു കരുതലിൻ്റെ വാക്ക് കേൾക്കാൻ ആ പാവം മോൾക്കും കുഞ്ഞുമക്കൾക്കും ഭാഗ്യമുണ്ടായില്ല. പാഞ്ചോ പറഞ്ഞു, എൻ്റെ ഭാര്യ ലൂസിക്ക് ഷൈനിയോട് അരമണിക്കൂർ മിണ്ടാൻ കിട്ടിയിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. പക്ഷേ അതിനുള്ള സ്വാതന്ത്ര്യമില്ലല്ലോ, അവസരവുമില്ല. ഒടുവിൽ അവൾ അപ്പച്ചൻ പറഞ്ഞതുപോലെ ഹോസ്റ്റൽ തേടി ഇറങ്ങി. അവരെവിടെയെങ്കിലും ആക്കിയിട്ട് വേണം പഠിക്കാൻ, എന്നിട്ട് വേണം ജോലിക്ക് പോകാൻ. ഹോസ്റ്റലുകാർ പറഞ്ഞു, ഇത്രയും ചെറിയ പിള്ളേരെ നോക്കാൻ ഇവിടെ പറ്റത്തില്ല, കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് നോക്കാം. പിള്ളേർ വളർന്ന് വലുതാകുന്നത് വരെ ഷൈനി എവിടെ പോകും? അന്നവൾ കൂട്ടുകാരി ജെസ്സിക്ക്, റോസാ മിസ്റ്റേക്കിലെ കൂട്ടുകാരി സന്ദേശം അയച്ചു. രഹസ്യം പറയുന്നത് പോലെ തീരെ ശബ്ദം താഴ്ത്തിയാണ് അവൾ പറഞ്ഞത്. വീട്ടിൽ ആരെങ്കിലും കേൾക്കുമോ എന്ന് ആ സാധു പേടിച്ചിരിക്കും. ഇത്രയും നിസ്സഹായതയായ, ഒറ്റപ്പെട്ടും അവഗണിക്കപ്പെട്ടും പോയ ഒരു സാധു വീട്ടമ്മ സ്വന്തം വീട്ടിൽ പോലും അപ്പനെയും അമ്മയും പേടിച്ചാണ് ജീവിച്ചത് എന്ന് വേണം കരുതാൻ. ആരൊക്കെ പുറന്തള്ളിയാലും ആത്മവിശ്വാസത്തോടെ കയറി ചെല്ലാവുന്ന ഇടമാണ് പിറന്ന വീട്. ഈ സാമാന്യ ധാരണ അവരുടെ കാര്യത്തിൽ തെറ്റായിപ്പോയി. അതോടെ പ്രത്യാശകളെല്ലാം അന്ന് അവസാനിച്ചു. പിള്ളേരെ കൊണ്ട് പോയി ചാകടി എന്ന് അന്ന് രാത്രിയിൽ ഭർത്താവ് കൂടി പറഞ്ഞത് ഏറെ നാളായി ഷൈനി ചിന്തയിൽ കൊണ്ടു നടന്നെന്ന് വിചാരിക്കാവുന്ന കടുങ്കൈക്ക് മേൽ ആണിയടിക്കലുമായി. അക്കാര്യം രാത്രിയിൽ തന്നെ പിഞ്ചോമനകളോടും പറഞ്ഞു കാണും. അവരെ കൊണ്ട് മകൻ എഡ്വിനെ വിളിപ്പിച്ചു പറയിച്ചു, ഞങ്ങൾ പോകുന്നു ചേട്ടായി, ഇനി നമ്മൾ തമ്മിൽ കാണില്ല. എന്താണ് ഉദ്ദേശമെന്ന് അവനപ്പോൾ പിടികിട്ടി കാണില്ല. വെളുപ്പിന് 4:43 ഷൈനിയും മക്കളും പുറത്തിറങ്ങി നീങ്ങുന്ന ആ CCTV ദൃശ്യം ലോകത്തിന് കിട്ടിയത് കുര്യാക്കോസ് ശത്രുവായി കണ്ട പാഞ്ചോയുടെ ക്യാമറയിൽ നിന്നാണ്. ഈ സംഭവ പരമ്പരയിലെ ഏറ്റവും ഹൃദയഭേദകമായ ദൃശ്യം ഇതാണ്. ചുരുണ്ടുകൂടി മൂടി പുതച്ച് കിടന്നുറങ്ങാൻ ഏതൊരു കുഞ്ഞും ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആ കുളിരുള്ള പുലർച്ചയ്ക്ക് സ്വന്തം അമ്മ തൻ്റെ പിഞ്ചു കുഞ്ഞുങ്ങളെ ബലമായി പിടിച്ച് വലിച്ച് മരണത്തിലേക്ക് കൊണ്ടുപോകുന്ന കാഴ്ച ഇനി എന്നും നോവായി, നീറ്റലായി, വിങ്ങലായി, ഉണങ്ങാത്ത വ്രണമായി നമുക്കൊപ്പം ഉണ്ടാകണം. ആ രാത്രിയിൽ ഷൈനി ഒരുപോലെ കണ്ണടച്ചിട്ടുണ്ടാവില്ല. കുട്ടികൾ ഒന്നും അറിയാതെ ഉറങ്ങിയിരിക്കാം. പുലരും മുൻപേ അമ്മ വിളിച്ചുണർത്തിയത് അവർക്ക് ഇഷ്ടപ്പെട്ട് കാണില്ല. എപ്പോഴെങ്കിലും ഷൈനിയുടെ ഉള്ളിൽ കുടിയേറിയ ആ കടുങ്കൈ വിചാരത്തെ പുറത്താക്കാൻ ഒരു പരിശുദ്ധാത്മാവ് പറന്നിറങ്ങിയില്ലല്ലോ. നാം ദൈവത്തോട് പോലും പരിഭവിച്ചു പോകുന്നു. മരിച്ചവരിൽ ഏതെങ്കിലും ഒരാൾ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിരുന്നെങ്കിൽ എന്ന് ഞാൻ എൻ്റെ അപ്പനമ്മമാരെക്കുറിച്ചോ സഹോദരങ്ങളെക്കുറിച്ചോ ആഗ്രഹിച്ചിട്ടോ പ്രാർത്ഥിച്ചിട്ടോ ഇല്ല. എന്നാൽ അടുത്ത കാലത്ത് ഞാൻ ചിലരെക്കുറിച്ച് അങ്ങനെ ആഗ്രഹിച്ചു പോകുന്നു. ആദ്യം സിദ്ധാർത്ഥനെക്കുറിച്ചാണ്. കാരണങ്ങൾ ഞാൻ എടുത്തു പറയേണ്ടതില്ല. പിന്നെ ഷൈനി, അലീന, ഇവാന എന്നിവരെക്കുറിച്ചും.
ജീവിക്കാൻ കൊതിച്ച് ഒത്തിരി സ്വപ്നങ്ങൾ നെയ്തവരായിരുന്നു അവർ. സിദ്ധാർത്ഥനെ ഒരു കൂട്ടം പിശാചികൾ കൊന്നു, ഷൈനിയെ സാഹചര്യങ്ങൾ കൊന്നു. അത് ആത്മഹത്യയല്ല, കൊലപാതകമാണ്. ഒരു ഭാര്യ, സഹോദരി, മകൾ എന്നൊക്കെയുള്ള നിലയിൽ അവൾ അർഹിച്ചിരുന്നതും അവൾക്ക് ആവശ്യമായിരുന്നതും കൊടുക്കാത്ത കുടുംബങ്ങളും കൂട്ടുകാരും സ്ഥാപനങ്ങളും ഉൾപ്പെടുന്ന ഈ സമൂഹമാണ് അവരെ കൊന്നത്. കരുണയുടെ, കനിവിൻ്റെ ഒരു തുള്ളി വീഴ്ത്തണം ലോകമേ. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈഡ്.